ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു കുക്കർ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു 1.25 പിടിയോളം സാമ്പാർ പരിപ്പ് തോരപ്പരിപ്പാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊണ്ടുവരാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക, എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഉടയുന്ന ഒരു പരുവത്തിലേക്ക് വരണം കേട്ടോ പരിപ്പ്. അപ്പോൾ അതൊന്നായി വരട്ടെ. ഈ സമയത്ത് ഒരു പിടി തേങ്ങ എടുക്കുക. ഞാൻ ജസ്റ്റ് പൾസ് മോഡിൽ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കറക്കി എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ചിരകിയ തേങ്ങ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പിടി എടുക്കുക. എന്നിട്ടൊരു 1/4 ടീസ്പൂണിൽ താഴെ മതി മഞ്ഞൾപ്പൊടി. ഓൾറെഡി നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകമാണ്, അതും കൂടി ചേർത്തിട്ട് എരിവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വറ്റൽമുളകാണ് കേട്ടോ. നമ്മളുടെ എരിവിനനുസരിച്ച് ഒരു 4-5 വറ്റൽമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു പുളിയുടെ അളവ് ഒരുപാട് കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. ഒരു നുള്ളു പുളി മതി കേട്ടോ. പുളി കൂടി ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മളിതിൽ മുളക് പൊടിയോ അതുപോലെ തന്നെ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഈ വറ്റൽമുളകിൻ്റെ എരിവാണുള്ളത്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണ്ടുന്നവർക്ക് അളവ് കൂട്ടാം, എരിവ് കുറച്ച് വേണ്ടുന്നവർക്ക് അളവ് കുറയ്ക്കാം കേട്ടോ. ഒരുപാട് എരിവൊന്നും വേണ്ടാത്തവർക്ക് ഒരു 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുത്താലും മതി. ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നമ്മുടെ പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കൂട്ട് തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ എന്താ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ അങ്ങനെ കിടക്കുന്നതാണ്. നമുക്കൊരു തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് നമുക്ക് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പരിപ്പായതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടക്കറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഈ സമയത്ത് നമുക്ക് പപ്പടം പൊള്ളിച്ച് വെക്കണം. പപ്പടം ഒരു 3-4 പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് പൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റ പപ്പടമായിട്ട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് പീസസ് ആക്കി കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഒരു 4-5 പപ്പടം നമുക്ക് പൊള്ളിച്ച് വയ്ക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ പീസാക്കി കട്ട് ചെയ്ത പപ്പടം ഞാനിതിലേക്ക് ഒന്ന് 3-4-5 പീസാക്കി ഞാൻ കട്ട് ചെയ്ത് എടുത്താൽ മതി. എനിക്ക് കിട്ടിയത് അത്ര നല്ല പപ്പടമായിരുന്നില്ല കേട്ടോ. നന്നായിട്ട് പൊള്ളി വരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നല്ല പൊള്ളി കിട്ടുന്ന പപ്പടമൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ലൊരു ഭംഗിയാണല്ലേ. അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ കുറേശ്ശെ പൊള്ളിച്ച് മാറ്റി വെച്ചു. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ ഒരു തേങ്ങയുടെയും പുളിയുടെയും ഒക്കെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. കാരണം പപ്പടം ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് ഉള്ള പാത്രം വേണമല്ലോ. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ പപ്പടത്തിൻ്റെ പീസസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിനാൻ, അത്രയും ടേസ്റ്റാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പപ്പടം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പപ്പട ചമ്മന്തിയും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒഴിച്ചുകറി പോലെയും കറികളുടെ റെസിപ്പീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമയാസ് ബ്യൂട്ടി മാജിക് പപ്പടം റെസിപ്പീസ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. പപ്പടം റെസിപ്പീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പപ്പടം കൊണ്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള കറികൾ, പരിപ്പും പപ്പടമൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പപ്പടം ചേർത്തതിന് ശേഷം ഒരുപാടിട്ട് തിളപ്പിക്കരുത്. ജസ്റ്റ് ഒരു മിനിറ്റ് അത്രയും മതിയാവും കേട്ടോ.
ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള റെസിപ്പീസിലൊക്കെ നമ്മുടെ നാടൻ റെസിപ്പീസിലൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ആ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മുടെ നാടൻ രുചികൾക്ക് എപ്പോഴും വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദും ഒരു നല്ല ഫ്ലേവറും ഒക്കെ കിട്ടും. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയൊക്കെ ചേർത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വയ്ക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഒരു മിനിറ്റ് അത്രയും മതി കേട്ടോ. പാൻ ഒന്ന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 2 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം മുളക് പൊടിയാണ്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും ഒക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്യുക. കാരണം ചൂടെണ്ണയാണല്ലോ, അത് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഒരുപാട് നേരം അതിനകത്തേക്ക് ഇട്ടേക്കരുത്, കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലെയിം ഓൺ ആക്കി വെച്ച സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുത്താലും അത് കരിയും കേട്ടോ. അപ്പോൾ ആ ഒരു കയ്പ്പ് രസം വരും, അതുകൊണ്ടാണ്. കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഈ വറുത്തിടുമ്പോൾ മുളക് പൊടി ഇത്തിരി നമ്മുടെ പുളിശ്ശേരിയിൽ ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കാണാനും നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ അതാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ടുണ്ട് നമ്മുടെ പപ്പടം കൂടി ചേർക്കുമ്പോൾ. കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി ഗ്രേവി ആക്കി എടുത്താൽ മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി, എന്നാൽ ചോറിന് കൂടെ കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഡിഷാണ്. ഈ ഒരു കറി മാത്രം മതി കേട്ടോ ചോറിനാണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടം റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ. ഞാൻ പറഞ്ഞ പോലെ പപ്പടം റെസിപ്പീസ് ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. റെസിപ്പീസൊക്കെ ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ, റിപ്ലൈ തരുന്നതായിരിക്കും. ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ സിമ്പിൾ വെജിറ്റേറിയൻ റെസിപ്പീസാണ് കേട്ടോ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. വെജിറ്റേറിയൻ റെസിപ്പീസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.